എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് PSC ബുള്ളറ്റിൻ 2025 ഫെബ്രുവരിയിലെ പുരസ്കാരങ്ങൾ 2024 എന്നുള്ള പാട്ടാണ് നോക്കുന്നത്. അതിൽ ഒരു പാട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരെല്ലാവരും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 7ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? പായൽ കപാഡിയ. അപ്പോൾ 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്ത. അപ്പോൾ 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനസൂയ സെൻഗുപ്ത. ഏത് ചിത്രത്തിനാണ്? ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ നടിയാണ് അനസൂയ സെൻഗുപ്ത. ഇനി കേരള ഹിന്ദി പ്രചാര സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർ. കർഷക തിലകം ബിന്ദു K ആണ്. അപ്പോൾ CD രവീന്ദ്രൻ നായർക്കാണ് കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് CD രവീന്ദ്രൻ നായർക്കാണ്. കർഷക തിലകം ലഭിച്ചത് ബിന്ദു Kയ്ക്കാണ്. രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘമണ്ഡൽ സൻസ്ഥാൻ നൽകുന്ന 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. ഇപ്പോൾ രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള മേഘമണ്ഡൽ സൻസ്ഥാൻ നൽകുന്ന 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ച കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. അപ്പോൾ 2024 രാജാ രവിവർമ്മ സമ്മാൻ ലഭിച്ചത് മുരളി ചീരോത്തിനാണ്. കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത്. ഇനി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 9. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ KR ഗോകുൽ. ആടുജീവിതത്തിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ ആരാണ്? KR ഗോകുൽ. 9 പുരസ്കാരങ്ങൾ ലഭിച്ചു. സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരം. സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. 2024 സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ല മലപ്പുറം. വേദി ആലപ്പുഴ. അപ്പോൾ 2024 സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ ജില്ല മലപ്പുറം. വേദി ആലപ്പുഴയായിരുന്നു. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. അപ്പോൾ 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ആട്ടം. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആനന്ദ് ഏഗർഷി. ചിത്രം ആട്ടം. ആട്ടത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏഗർഷി. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 7ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബിജു മേനോനും വിജയരാഘവനുമാണ്. 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോനും വിജയരാഘവനുമാണ്. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സറിൻ ഷിഹാബ് ശിവദ എന്നിവർക്കാണ് 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഷാജി N കരുൺ. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ ചന്ദ്രബോസിനാണ്. ഇടശ്ശേരി സ്മാരക സമിതിയുടെ 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത്. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KR മീര. പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് KR മീരയ്ക്കാണ്. കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ
കെ ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം പിങ്കളകേശിനി. പിങ്കളകേശിനി ആരുടെ കവിതാ സമാഹാരമാണ്? കെ ജയകുമാർ. അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, കവിയുമാണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് പിങ്കളകേശിനി എന്നുള്ള കവിതാ സമാഹാരത്തിന് ലഭിച്ചിരിക്കുന്നത്. കെ ജയകുമാറിനാണ് ലഭിച്ചത്. മികച്ച പരിഭാഷാ കൃതിക്കുള്ള ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയ ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യാമേരിയുടെ നോവൽ മരിയ ജസ്റ്റ് മരിയ, മരിയ വെറും മരിയ എന്നുള്ള സന്ധ്യാമേരിയുടെ നോവലിനാണ് ജയശ്രീ കളത്തിലിന് മികച്ച ഭാഷാ കൃതിക്കുള്ള ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയത്. ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് നേടിയത് ജയശ്രീ കളത്തിലാണ്. ഫിക്ഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് സഹറു നുസൈബ കണ്ണനാരിയാണ്. സഹറു നുസൈബ കണ്ണനാരിക്ക് ഇംഗ്ലീഷ് നോവൽ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്, എന്താണ് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്നുള്ള ഒരു കൃതിക്കാണ് ഫിക്ഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത്. ആരാണ്? സഹറു നുസൈബ കണ്ണനാരി. ഇനി ബിസിനസ് മാനേജ്മെൻറ്റ് വിഭാഗം രചനയ്ക്കുള്ള ക്രോസ് വേർഡ് പുരസ്കാരം നേടിയത് ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള, ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസ്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് വിഭാഗം ക്രോസ് വേർഡ് പുരസ്കാരം ആരാണ് നേടിയത്? ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള, ചാണക്യാസ് 100 ബെസ്റ്റ് സൂത്രാസിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ. ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാർഡ് അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമാ നടൻ ഷാരൂഖ് ഖാൻ. അപ്പോൾ ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാർഡ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ നടൻ ആരാണ്? ഷാരൂഖ് ഖാൻ. ഷാ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി. അപ്പോൾ ഷാ പ്രൈസ് ഫൗണ്ടേഷനാണ് കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നൽകുന്നത്. അത് 2024 ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. അപ്പോൾ ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം 2024 നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി പ്രൊഫസർ മഹമ്മൂദ് കുരിയ. ഇപ്പോൾ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ്റെ, അതായത് ISFൻ്റെ 2024 പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പ്രൊഫസർ മഹമ്മൂദ് കുരിയ. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ സ്വാതി നായിക്. 2023 നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞ ആരാണ്? സ്വാതി നായിക്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂർ, ചെറുകഥ ഐശ്വര്യ റായി. അപ്പോൾ 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂറാണ്, ചെറുകഥ ഐശ്വര്യ റായി. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചി വേലൻ. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരൻ കുറിഞ്ചി വേലൻ. 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗൻ. ഏതാണ് മികച്ച ഡ്രാമ സീരീസായിട്ട് 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഷോഗൻ. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗൻ. അപ്പോൾ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എമ്മി പുരസ്കാരങ്ങൾ നേടുന്ന സീരീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോഗനാണ്. ഇനി ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അപ്പോൾ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി. ലോകമാന്യ തിലക് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി. മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. അപ്പോൾ മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റിയ സിംഹ. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തി. അപ്പോൾ മിഥുൻ ചക്രവർത്തിക്കാണ് 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജി. കൃതി ലൊറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. അപ്പോൾ ലൊറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്നുള്ള കൃതിക്കാണ് ഉപമന്യു ചാറ്റർജിക്ക് 2024 JCB പുരസ്കാരം ലഭിച്ചത്.
JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. അപ്പോൾ 25 ലക്ഷം രൂപയാണ് JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അത് 2024 ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകിയ USA ആദരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. അപ്പോൾ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി USA ആദരിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇനി മികച്ച ചിത്രത്തിനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമ ഓപ്പൺഹൈമർ. മികച്ച ചിത്രത്തിനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയ സിനിമ ഓപ്പൺഹൈമർ. മികച്ച നടനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫി. അപ്പോൾ മികച്ച നടനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫി. ഓപ്പൺഹൈമർ എന്നുള്ള ഫിലിമിലെ തന്നെ നടനാണ് അദ്ദേഹം. മികച്ച നടിക്കുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയത് എമ്മ സ്റ്റോൺ. പുവർ തിങ്സ് എന്നുള്ള സിനിമയ്ക്കാണ് എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകനുള്ള 2024 ഓസ്കാർ പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമറിൻ്റെ സംവിധായകനാണ് അദ്ദേഹം. ക്രിസ്റ്റഫർ നോളൻ 2024 ഓസ്കാർ പുരസ്കാരം നേടിയ സംവിധായകൻ. അപ്പോൾ മികച്ച സിനിമ ഓപ്പൺഹൈമർ, മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അണുബോംബിൻ്റെ സൃഷ്ടാവായ ഓപ്പൺഹൈമറുടെ ജീവിതം പറഞ്ഞ ഓപ്പൺഹൈമർ എന്ന സിനിമയ്ക്ക് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? 7 പുരസ്കാരങ്ങൾ. അപ്പോൾ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ എന്ന സിനിമയ്ക്ക് 2024 ഓസ്കാർ പുരസ്കാരത്തിൽ ലഭിച്ചത്. ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയത് AR റഹ്മാൻ. ആടുജീവിതത്തിലെ പശ്ചാത്തല സംഗീതത്തിന് പ്രശസ്തമായ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരം നേടിയത് AR റഹ്മാൻ. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള രാംനാഥ് ഗോയങ്ക സാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രമുഖ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിൻ്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലറ്റ്. എന്താണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് മിഷേൽ ബഷലൈറ്റിനാണ്. 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി സൂര്യബാല. അപ്പോൾ സൂര്യബാല എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി എഴുത്തുകാരിക്കാണ് 2024 34ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം. 2024 34ാമത് വ്യാസ് സമ്മാൻ സൂര്യബാല ഹിന്ദി എഴുത്തുകാരിയാണ്. കൃതി എന്താണ്? കൗണ്ട് ദേസ്കോ വസി വേണോക്കി ഡയറി. എന്താ കൗണ്ട് ദേസ്കോ വസി വേണോക്കി ഡയറി എന്നുള്ള കൃതിക്കാണ് സൂര്യബാലയ്ക്ക് 34ാമത് വ്യാസ് സമ്മാൻ 2024 ലഭിക്കുന്നത്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി. അപ്പോൾ 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബക്ക്. എന്താ ജെനി എർപ്പൻബക്കിനാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയത്. ജർമ്മൻ എഴുത്തുകാരിയാണ്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപ്പൻബക്ക്. അപ്പോൾ ജെനി എർപ്പൻബക്ക് എന്താണ്? അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ്. ജെനി എർപ്പൻബക്കിനെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിക്കൊടുത്ത നോവലാണ് കെയ്റോസ്. അപ്പോൾ ജെനി എർപ്പൻബക്ക് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടി. ജർമ്മൻ എഴുത്തുകാരിയാണ്. ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ്. കെയ്റോസ് എന്നുള്ള നോവലിനാണ് ജെനി എർപ്പൻബക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത്. കുവൈത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ കുവൈത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. അത് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകൻ ആരാണ്? ഛായാഗ്രാഹകൻ ആരാണ്? സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആൻജിനോ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. അപ്പോൾ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മൈക്കൽ തലാഗ്രാൻഡ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. അപ്പോൾ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെൻറ്റ്.
ഇനി 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് നോക്കാം. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ലഭിച്ച സിനിമ ടോക്സിക്. സംവിധാനം സൗലെ ബ്ലിയു വൈറ്റേക്ക്. അപ്പോൾ ടോക്സിക് എന്ന സിനിമയ്ക്കാണ് 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ലഭിച്ചത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലെമൻറ്റ് ഫാവോയാണ് 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ വെസ്റ്റ മറ്റുലായിറ്റയും ലെവ റുപ്പക്കായിറ്റയും. വെസ്റ്റ മറ്റുലായിക്കറ്റയും അതുപോലെ ലെവ റുപ്പക്കായിറ്റയുമാണ് 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോഗ്ദൻ മുറാസിനു ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്നുള്ള ഒരു ചിത്രത്തിനാണ് മികച്ച സംവിധായകനുള്ള ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ പുരസ്കാരം ബോഗ്ദൻ മുറാസിനുവിന് ലഭിച്ചത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സത്യജിത് റായ് പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയ്സ്. അപ്പോൾ ഫിലിപ്പ് നോയ്സിനാണ് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത്. 55ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ബോളിവുഡ് താരം വിക്രാന്ത് മാസി. അപ്പോൾ മികച്ച ചലച്ചിത്രം സുവർണമയൂരം നേടിയത് ടോക്സിക്. മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്ലെമൻറ്റ് ഫാവോ. മികച്ച നടിമാർ വെസ്റ്റ മറ്റുലായിറ്റയും ലെവ റുപ്പക്കായിറ്റയുമാണ്. പിന്നെ മികച്ച സംവിധായകൻ ബോഗ്ദൻ മുറാസിനു. മികച്ച സംവിധായകൻ ആരാണ്? ബോഗ്ദൻ മുറാസിനു. അതുപോലെ സത്യജിത് റേ പുരസ്കാരം ലഭിച്ചത് ഫിലിപ്പ് നോയ്സിനും. അതുപോലെ ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് വിക്രാന്ത് മാസിക്കുമാണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിറ്റ്സർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ന്യൂയോർക്ക് ടൈംസ്. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിറ്റ്സർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏതാണ്? ന്യൂയോർക്ക് ടൈംസ്. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ AI അവതാരക സന. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ AI അവതാരക സന. 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത് ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത പാലസ്തീൻ മാധ്യമ പ്രവർത്തകർക്കാണ് 2024 യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ സാഹിത്യകാരൻ ബാസിം ഗഡാജിക്കാണ് അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച 2 പതിറ്റാണ്ടായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീൻ സാഹിത്യകാരൻ ആരാണ്? ബാസിം ഗഡാജിക്കാണ് നോവൽ എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്നുള്ള നോവലിന് അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. അദ്ദേഹം 2 പതിറ്റാണ്ടായിട്ട് ഇസ്രായേൽ ജയിലിൽ കഴിയുകയാണ് ബാസിം ഗഡാജി. 2024 നവംബറിൽ വിടവാങ്ങിയ ലോകപ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വ്യക്തി ക്വിൻസി ജോൺസ് ആത്മകഥ ക്യൂ. അപ്പോൾ 2024 നവംബറിൽ വിടവാങ്ങിയ ലോകപ്രശസ്ത സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ വ്യക്തിയാണ് ക്വിൻസി ജോൺസ്. ആത്മകഥ ക്യൂ ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ജപ്പാനീസ് സംഘടന നിഹോൺ ഹിൻഡാക്യോ. അപ്പോൾ 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ജപ്പാനീസ് സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാക്യോ. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻസ് ആണ്. ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് ബോംബ് സഫറേഴ്സ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന നിഹാൻ ഹിൻഡാക്യോയ്ക്കാണ് 2024 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവർക്കായി ഹിബാക്കുഷ 1956 രൂപീകൃതമായ സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാക്യോ. അപ്പോൾ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവർക്കായിട്ട് 1956 രൂപീകൃതമായ സംഘടനയാണ് നിഹോൺ ഹിൻഡാക്യോ. 2024 ബുക്കർ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത് സാമന്ത ഹാർവി. അപ്പോൾ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് 2024 ബുക്കർ പുരസ്കാരം ലഭിച്ചത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരാണ്? ഹാൻകാങ്, ദക്ഷിണ കൊറിയ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഹാൻകാങ്, ദക്ഷിണ കൊറിയ.
സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ്. അപ്പോൾ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാൻകാങ്. ഹാൻകാങ്ങിനെ 2016 മാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹമാക്കിയ പ്രശസ്ത നോവൽ ഏതാണ്? ദി വെജിറ്റേറിയൻ. അപ്പോൾ ഹാൻകാങ്ങിൻ്റെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ദി വെജിറ്റേറിയൻ. അതിന് 2016 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചു. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്ക് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയവർ ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. അപ്പോൾ ഗാരി റോവ്കിനും വിക്ടർ അംബ്രോസിനുമാണ് 2024 വൈദ്യശാസ്ത്ര നോബൽ. എന്തായിരുന്നു അവരുടെ പ്രധാന കണ്ടുപിടുത്തം? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുള്ള ഗവേഷണം. ഇതൊക്കെയായിരുന്നു വിക്ടർ അംബ്രോസിൻ്റെയും ഗാരി റോവ്കിൻ്റെയും പ്രധാന കണ്ടുപിടുത്തങ്ങൾ. കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയവർ ആരൊക്കെയാണ്? ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസബിസ്, ജോൺ ജമ്പർ. അപ്പോൾ 3 പേർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഡേവിഡ് ബെക്കർ, ഡെമിസ് ഹസബിസ്, ജോൺ ജമ്പർ. അപ്പോൾ ഇവരെ കമ്പ്യൂട്ടിങ്ങിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ പ്രോട്ടീൻ ഘടകങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനെ 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയവർ ആരൊക്കെ? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിന് 2024 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനുമാണ്. അപ്പോൾ 2024 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനുമാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായ നിർമ്മിത ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് സാധ്യമാക്കി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിവൃദ്ധിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിന് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇവർക്കാണ് സാമ്പത്തിക ശാസ്ത്രം 2024 നോബൽ പുരസ്കാരം ലഭിച്ചത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അഭിവൃദ്ധിയിലെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവർ നടത്തിയത്. 2024 71ാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയായത് മുംബൈ. അപ്പോൾ 2024 71ാമത് ലോകസുന്ദരി മത്സരം എവിടെ നടന്നത്? മുംബൈ. 2024 71ാമത് ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കാണ് അവരുടെ സ്വദേശം. ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്ക് സ്വദേശിയാണ്. AI പ്ലാറ്റ്ഫോമായ ഹാൻവു AI സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലൈലി, മൊറോക്കോ. ഇപ്പോൾ AI പ്ലാറ്റ്ഫോമായ ഹാൻവു AI സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കെൻസ ലൈലി, മൊറോക്കോ. ഇനി 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് കിലിയൻ മർഫി. അപ്പോൾ 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏതാണ്? കിലിയൻ മർഫിക്കാണ് ലഭിച്ചത്. മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ലില്ലി ഗ്ലാഡ്സ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ക്രിസ്റ്റഫർ നോളനാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു PSC ബുള്ളറ്റിനിൽ 2025 ഫെബ്രുവരി ലക്കത്തിൽ പുരസ്കാരങ്ങൾ 2024 എന്നുള്ള പാട്ടിലുള്ളത്. ഇനി അടുത്ത ഒരു സമകാലികം എന്നുള്ളൊരു പാട്ടോട് കൂടിയിട്ട് ഫെബ്രുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് മുഴുവൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്